അർജുൻ കല്യാൺ നമസ്കാര. എന്താണ് അവിടുത്തെ പൊതുവെയുള്ളൊരു അന്തരീക്ഷം? ഈ കാലാവസ്ഥയ്ക്ക് വലിയ പ്രതികൂലമായിട്ടുള്ളൊരു സാഹചര്യം ഇല്ലെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ തെരച്ചിൽ കാലാവസ്ഥ വില്ലനല്ല, നമ്മൾ ആ അടയാളങ്ങൾ കാണുന്നുണ്ട്. മുമ്പിൽ അഭിലാഷ് ചൂണ്ടിക്കാണിച്ച അടയാളങ്ങൾ നേവി ഇട്ടിട്ട് പോയ അടയാളങ്ങളാണ്. 10 മീറ്ററോളം വലുപ്പമുള്ള ആ ട്രക്ക് നമുക്കിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിയും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. പൊതുവെ കാലാവസ്ഥ എങ്ങനെയാണ് അർജുൻ കല്യാൺ? അരുൺ, നമസ്കാരം. അരുൺ, ശിരൂരെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന ഘട്ടത്തിലെല്ലാം തന്നെ പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് എൻ്റെയും മനസ്സിലുണ്ട്: ഹോപ്പിംഗ് അഗെയിൻസ്റ്റ് ദ ഹോപ്പ്. ആ ഹോപ്പിന് ഇപ്പോൾ ഒരു കൂടുതൽ പ്രതീക്ഷ വെക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ നദിയോട് ചേർന്ന സ്ഥലത്ത് തന്നെയാണ്. നദി കഴിഞ്ഞ ദിവസത്തെ പോലെയല്ല, അതായത് മിനിഞ്ഞാന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെയല്ല, അല്പം ഒരു കലങ്ങിയ അവസ്ഥയിലാണ് നദിയെ നമുക്ക് കാണാൻ വേണ്ടി ഇന്ന് കഴിയുന്നത്. ഇന്ന് രാവിലെ, ഇന്നലെ രാത്രിയൊക്കെ ഒരുപക്ഷെ ഈ നദിയുടെ ഏതെങ്കിലും മറ്റു മേഖലയിൽ, ഈ പ്രദേശത്തല്ല മറ്റു മേഖലയിൽ ശക്തമായിട്ടുള്ള മഴ പെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് സംശയമുണ്ട്. പക്ഷേ ജലനിരപ്പ് കാര്യമായ തോതിൽ ഉയർന്നതായി നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നില്ല. കാരണം ഇന്നലെ നമ്മൾ വൈകുന്നേരം ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഈ രീതിയിൽ തന്നെയായിരുന്നു വെള്ളം ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോഴും അതേ അളവിൽ തന്നെ, അതേ രീതിയിൽ തന്നെയാണ് വെള്ളം ഉള്ളത്. ഏതെങ്കിലും തരത്തിൽ ഈ ജലനിരപ്പ് ഉയർന്നതായി നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ദൃശ്യങ്ങളിലായിരുന്നു കാണാൻ വേണ്ടി കഴിയുമെന്നാണ് തോന്നുന്നത്. അതായത് രണ്ടിടങ്ങളിൽ കഴിഞ്ഞ ദിവസം നേവി മാർക്ക് ചെയ്ത് വെച്ച 2 പോയിന്റുകളുണ്ട്. ഒന്ന് ഒരു ബോയയാണ്, മറ്റൊന്ന് ഒരു റൗണ്ട് ഷേപ്പിലുള്ള നമ്മുടെ ഈ ലൈഫ് ജാക്കറ്റ് ഒക്കെ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് അവിടെ കെട്ടിയിട്ടിരിക്കുന്നത്. ആ 2 വസ്തുക്കളും ആണ് പ്രധാനപ്പെട്ട മാർക്കിംഗ് പോയിന്റ്. പോയിന്റ് 1ഉം പോയിന്റ് 2ഉം എന്നുള്ള രീതിയിലാണ്. അതിനിടയിൽ ഈ കയർ ഒരുപാട് ചുറ്റിപ്പണഞ്ഞ് കിടക്കുന്നുണ്ട്. അതിന് സമീപത്ത് നിന്ന്, ഈ തീരത്തോട് അടുത്ത പ്രദേശത്ത് നിന്ന് തന്നെയാണ് ഈ പറയുന്ന രീതിയിലുള്ള ഹൈഡ്രോളിക് ജാക്കി ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അത് വലിയ സൂചനയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയിട്ടുള്ളത്. എന്തായാലും ഈശ്വർ മാൽപ്പെ പറഞ്ഞതുപോലെ കണ്ടിപ്പ ആ വാക്ക് വലിയ പ്രതീക്ഷയാണ് നമുക്കെല്ലാം നൽകുന്നത്. അതായത് ലോറി ഇവിടെ തന്നെ ഉണ്ടാവാനുള്ള സാധ്യത 100% എന്ന കാര്യമാണ് ഈശ്വർ മാൽപ്പയും അതുപോലെ തന്നെ നമ്മളോട് സംസാരിച്ചിട്ടുള്ള AKM അഷ്റഫ് MLA ആയിക്കോട്ടെ, സതീഷ് സെയിൽ, കൃഷ്ണസെയിൽ MLA ആയിക്കോട്ടെ, ഈ MLA-മാരായിക്കോട്ടെ, അതിന് പുറമെ ജില്ലാ കലക്ടർ ഉൾപ്പെടെ ആ ഒരു പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. ഇവിടെ തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയാണ്. നേവിയുടെ സംഘവും ആദ്യഘട്ടത്തിൽ മോസ്റ്റ് പ്രോബബ്ലി എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് അവർ പറഞ്ഞെങ്കിൽ കൂടി ഈ വാഹനത്തിൻ്റെ കയറ് മനാഫ് തന്നെ സ്ഥിരീകരിക്കുകയാണ്, ഇത് തങ്ങളുടെ വാഹനത്തിൻ്റെതാണ് എന്ന് പറയുമ്പോൾ കൃത്യമായ തോതിൽ അതിനകത്ത് ഒരു വലിയ പ്രതീക്ഷയും വലിയ സൂചനകളും വലിയ സാധ്യതകളും തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇന്ന് ഈ 2 മേഖലകൾ, 2 പോയിന്റുകളാണ് ആദ്യഘട്ടത്തിൽ ഈശ്വർ മാൽപ്പയും നേവിയുടെ സംഘവും എത്തിക്കഴിഞ്ഞാൽ ഇനി മറ്റൊരു പോയിന്റ് കണ്ടെത്താനോ മറ്റൊരു പോയിന്റിലേക്ക് തിരച്ചിൽ കേന്ദ്രീകരിക്കാനുള്ള സാധ്യത തീരെയില്ല എന്ന് തന്നെ നമുക്ക് പറയാം. പ്രധാനമായും ഈ 2 പോയിന്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും ഇന്നത്തെ പരിശോധനകൾ നടത്തുക. ഈ 2 പോയിന്റിലാണ് ഈ കയറുകൾ കണ്ടെത്തിയിട്ടുള്ളത്. കയറുകൾ കണ്ടെത്തിയ ഈ ഭാഗത്ത് കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും പരിശോധന. ഇന്നത്തെ പരിശോധനയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഈ സാധ്യതകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള വസ്തുക്കളുണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടായിരുന്നു ഈശ്വർ മാൽപ്പെ ഡൈവ് ചെയ്തിരുന്നത് എങ്കിൽ കൂടി ഇന്നിപ്പോൾ ഒരു കമ്പി ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രദേശത്ത് ഈ മണ്ണിനടിയിൽ, അതായത് ഈ ജലത്തിനടിയിൽ പുതഞ്ഞു കിടക്കുന്ന മണ്ണിനടിയിൽ കുത്തി നോക്കി പരിശോധിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പരിശോധിക്കുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലൊരു ലോഹഭാഗത്തിൻ്റെ അല്ലെങ്കിൽ വാഹനത്തിൻ്റെതാണെന്ന് സംശയിക്കുന്ന ഏതെങ്കിലും ഭാഗത്ത് ഈ കമ്പിയുടെ അടിഭാഗം പോയി തൊടുകയാണെങ്കിൽ ആ മേഖലയിൽ എയർ പമ്പ് ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ എയർ അതിനകത്തേക്ക് പമ്പ് ചെയ്യുകയും അവിടെയുള്ള ചളിയും മണ്ണുമൊക്കെ പുറത്തേക്ക്, അതായത് ഒന്ന് ഇളക്കി മാറ്റാനുള്ള ശ്രമവും നടത്തും. അങ്ങനെ നടത്തുമ്പോൾ അവിടെ ഈ വാഹനത്തിൻ്റെത് അല്ലെങ്കിൽ ഏത് ഭാഗത്താണോ ഈ കമ്പി തട്ടിയത് ആ മേഖലയിലുള്ള മണ്ണ് ഇളകിപ്പോവുകയും ഈ വാഹനം കൂടുതൽ വിസിബിൾ ആവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. എന്തായാലും കൂടുതൽ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. നമുക്ക് ആ പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം അർജുൻ കല്യാൺ. നമ്മുടെ ലൊക്കേഷൻ മാപ്പ് കൃത്യമായിട്ട് അർജുൻ്റെ പിന്നിൽ നിൽക്കുന്ന ആ ദൃശ്യങ്ങൾ അവിടെ കൊടുക്കുക. അത്രയും അടുത്താണ് കിടക്കുന്നത്. ഇപ്പോൾ അർജുൻ നിൽക്കുന്ന പ്രദേശം പ്രേക്ഷകർക്ക് കാണാം. അതിന് തൊട്ടടുത്ത ഭാഗത്താണ് നേവിയുടെ 2 സിംബലുകളും പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നത്. അതിനിടയിലായിട്ടാണ് 10 മീറ്റർ നീളമുള്ള ലോറി കിടക്കുന്നത് എന്നാണ് അനുമാനം. പക്ഷേ ലോറി കൃത്യമായിട്ട് കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. ഇന്നിപ്പോൾ വിസിബിലിറ്റിക്ക് ചെറിയ പ്രശ്നമുണ്ട് എന്ന് അർജുൻ കല്യാൺ പറയുമ്പോൾ ചെറിയൊരു ആശങ്കയുണ്ട്. കാരണം കഴിഞ്ഞ തവണ പ്രേക്ഷകർ മനസ്സിലാക്കുന്നത് പോലെ ഈ ഈശ്വർ മാൽപ്പെ കയ്യിലൊരു അണ്ടർ വാട്ടർ ടോർച്ചുമായിട്ടാണ് ആ സ്ഥലത്തേക്ക് മുങ്ങാങ്കുഴി ഇട്ടത്. ആ അണ്ടർ വാട്ടർ ടോർച്ച് തെളിയിച്ചുകൊണ്ട് അവിടേക്ക് പോകുന്നു. പക്ഷേ വലിയ കലക്കലുണ്ടെങ്കിൽ അണ്ടർ വാട്ടർ ടോർച്ച് ഉപയോഗിച്ചും കാഴ്ച മറയും. പക്ഷേ ആ പ്രദേശത്ത് മഴ പെയ്തിട്ടില്ല, ഒഴുക്ക് കൂടിയിട്ടില്ല, ജലനിരപ്പ് ഉയർന്നിട്ടില്ല എന്നിവ ഒരു ആശ്വാസ ഘടകങ്ങൾ കൂടിയാണ്. തീർച്ചയായിട്ടും അർജുൻ കല്യാൺ വളരെ പ്രധാനപ്പെട്ട കാര്യവും അത് തന്നെയാണ്. ഒഴുക്ക് കൂടിയിട്ടില്ല, ജലനിരപ്പ് ഉയർന്നിട്ടില്ല, പക്ഷേ വിസിബിലിറ്റി കുറവാണ് എന്നത് അല്പം ആശങ്കയുണ്ടാക്കുന്നു. പക്ഷേ ഈശ്വർ മാൽപ്പെ നമ്മളോട് പറഞ്ഞത് കമ്പി കൊണ്ട് കുത്തി ഈ മണ്ണിനടിയിൽ ലോറി ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ കഴിയും എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ തന്നെ നമുക്ക് ഉത്തരം കിട്ടും. ഏകദേശം എപ്പോഴേക്കായിരിക്കും ഈശ്വർ മാൽപ്പയും സംഘവും എത്തുക? അർജുൻ കല്യാൺ നമ്മൾ സംസാരിച്ചപ്പോൾ എന്താണ് മാൽപ്പെ പറഞ്ഞത്?
അരുൺ, ഇന്നൊരു 8 മണിയോടുകൂടി 10 മണിയോടുകൂടിയായിരിക്കും ഒരുപക്ഷെ തിരച്ചിൽ ആരംഭിക്കുക. കാരണം കഴിഞ്ഞ ദിവസവുമെല്ലാം അത്തരത്തിലൊരു 10 മണി ഒരു നിബന്ധന ജില്ലാ ഭരണകൂടത്തിൻ്റെയും അതുപോലെ തന്നെ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്തായാലും ഈശ്വർ മാൽപ്പെ വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞ ദിവസമൊക്കെ 8:15 തന്നെ ഈ സ്ഥലത്തേക്ക് എത്തിയിരുന്നു. അദ്ദേഹം പ്രാഥമികമായിട്ടൊരു നിരീക്ഷണമൊക്കെ വെള്ളത്തിൻ്റെ ഒഴുക്ക് നോക്കണം, അതുപോലെ തന്നെ ഈ വെള്ളത്തിൻ്റെ തെളിച്ചം ഒന്ന് പരിശോധിക്കണം, അതൊക്കെ പരിശോധിച്ച് അദ്ദേഹം കൃത്യമായി എപ്പോഴാണോ അനുമതി കിട്ടുന്നത്, അതിപ്പോൾ 7 മണിക്ക് അദ്ദേഹത്തിന് അനുമതി നൽകുകയാണെങ്കിൽ 7 മണിക്കും അദ്ദേഹം ഇറങ്ങാൻ തയ്യാറാണ്. പക്ഷേ 10 മണി എന്നുള്ളൊരു നിബന്ധനയുള്ളത് കൊണ്ട് 10 മണിക്കായിരിക്കും വെള്ളത്തിനകത്തേക്ക് നദിക്കടിയിലേക്ക് ഇറങ്ങുക. അദ്ദേഹം എന്തായാലും 8:15 അല്ലെങ്കിൽ 8:30 തന്നെ ഇവിടത്തേക്ക് എത്തുമെന്നുള്ളതാണ്. കർണാടകയിൽ നിന്ന് നല്ല കാപ്പിയൊക്കെ കുടിച്ച് ഷിരൂരിൽ തുടരുക. നമ്മൾ തൽക്കാലം മറ്റു ചില വളരെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോയതിനു ശേഷം അർജുൻ കല്യാണിലേക്കും അഭിലാഷിലേക്കും ഒക്കെ എത്താം. നല്ല തണുപ്പുണ്ടാവും അല്ലേ അർജുൻ കല്യാണി ഇപ്പോൾ അവിടെ? വലിയൊരു തണുപ്പൊന്നും ഇല്ല അരുൺ. അതായത് കാലാവസ്ഥ വളരെ തെളിഞ്ഞ കാലാവസ്ഥ തന്നെയാണ്, അത് വലിയ പ്രതീക്ഷയുമാണ്. പക്ഷേ ചെറിയ തോതിലൊരു മൂടൽമഞ്ഞുണ്ട്. പക്ഷേ വലിയൊരു തണുപ്പ് അല്ലെങ്കിൽ മഴ ശക്തമായി പെയ്തതിൻ്റെ ഒരു വലിയ തണുപ്പോ അല്ലെങ്കിൽ അത്തരത്തിലൊരു കുളിരോ ഒന്നും തന്നെ ഇവിടെ ഇല്ല. എന്തായാലും കാലാവസ്ഥ നമുക്ക് അനുകൂലമാണ്. മഴ ചെറുതായി പൂർണ്ണമായി തെളിഞ്ഞ ഒരു അന്തരീക്ഷമാണ് നമുക്ക് പറയാനേ കഴിയില്ല. മാത്രമല്ല ഇന്നലെ അർജുൻ കല്യാൺ പ്രതീക്ഷ നൽകുന്ന നമ്മുടെ അഭിലാഷ് ഇന്നലെ കാർവാറിൽ നിന്ന് കാളി നദിയിലെ പുഴയിലേക്ക് വീണ ലോറി ഈശ്വർ മാൽപ്പെ പൊക്കിയെടുക്കുന്ന വാർത്ത തത്സമയം കൊടുത്തോണ്ടിരുന്നപ്പോൾ ഒരുപാട് പ്രേക്ഷകർ നമ്മുടെ കമന്റിൽ വന്ന് ചോദിക്കുന്നത് എന്താണെന്നറിയോ, ഇത് നമ്മുടെ ലോറിയാണോ എന്നാണ്. ഒരർത്ഥത്തിൽ അർജുൻ്റെ ലോറിയല്ല, ഇതിപ്പോൾ നമ്മുടെ ലോറിയാണ്, മനാഫിൻ്റെ ലോറിയല്ല, നമ്മുടെ ലോറിയാണ്, നമ്മുടെ അർജുനാണ് എന്നുള്ളൊരു വികാരം എല്ലാ മലയാളിയുടെ മനസ്സിലും ആഴത്തിൽ പതിഞ്ഞു. ഇതെന്താണ് ഇതിൻ്റെ മാജിക് എന്ന് ഇനിയും ശരിക്കും പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം നമ്മളെല്ലാവരും, ഒരു മനുഷ്യൻ 118 പേരെ വയനാട്ടിൽ കണ്ടുകിട്ടാറുണ്ട്. പക്ഷേ അവിടെ നമ്മുടെ വാർത്തകൾ കൃത്യമായി കൊടുക്കുന്നു നമ്മുടെ റിപ്പോർട്ടർമാരുണ്ട്. പക്ഷേ അതിനിടയിലും ആളുകൾക്ക് നമ്മുടെ അർജുനെ കണ്ടെത്തണം എന്ന് പറയുന്നൊരു ആഗ്രഹം കൂടി ഉണ്ടാവുന്നു എന്നുള്ളത് ഇനിയും നമുക്ക് ഉത്തരം കിട്ടാത്ത ഒരു മനുഷ്യൻ്റെ വൈകാരിക തലമാണ്. എന്തായാലും അതിനുള്ളൊരു ഉത്തരം നമുക്കിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അർജുൻ കല്യാണും അഭിലാഷും അവിടെ തുടരുക. ഷിരൂരിൽ നിന്നും തത്സമയ വാർത്തകളും വിവരങ്ങളുമായി അർജുൻ കല്യാട്, AK അഭിലാഷ്, രഞ്ജിത്ത് മന്നിപ്പാടി, ലിമേഷ് തുടങ്ങിയവർ തത്സമയ വാർത്താ ദൃശ്യങ്ങളുമായി പ്രേക്ഷകർക്കൊപ്പം ഉണ്ടാവും. ഒപ്പം പ്രേക്ഷകർക്ക് ഹെലികാമിൽ നിന്നുള്ള ആകാശ ദൃശ്യങ്ങൾ കൂടി നമ്മൾ ലഭ്യമാക്കുന്നുണ്ട്. ഇന്ന് ഈശ്വർ മാൽപ്പയും നേവിയുടെ സംഘവും രണ്ടുപേരും കഴിഞ്ഞ തവണ ചെയ്തതുപോലെയുള്ള ഡൈവിംഗ് ഉണ്ടാവും. നിർണായകമായ സൂചനകൾ കിട്ടിക്കഴിഞ്ഞു. കയർ കിട്ടി എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലൂ. ജാക്കി കിട്ടി, കയറും കിട്ടി. കയർ കിട്ടിയ സ്ഥലത്ത് കയർ ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ലോറിയുടെ സാന്നിധ്യം അവിടെയുണ്ട് എന്ന് ഈശ്വർ മാൽപ്പെ പറയുന്നു. ഈശ്വർ മാൽപ്പയുടെ വാക്കുകളിൽ പറഞ്ഞാൽ കണ്ടിപ്പാ ലോറി ഉണ്ട്, അവിടെ തന്നെ ഉണ്ട് എന്നാണ്. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം ആ സ്ഥലത്ത് നമ്മുടെ പ്രിയപ്പെട്ട അർജുനൻ്റെ ലോറി ഉണ്ടാവും. ഏറെ നാളായുള്ള നമ്മുടെ തെരച്ചിലിൻ്റെ ഉത്തരം ഇന്ന് കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കാത്തിരിക്കുക. ഷിരൂരിൽ നിന്നുള്ള തത്സമയ വിവരങ്ങളും അപ്ഡേറ്റുകളും അവിടെ എന്ത് സംഭവിച്ചാലും അതാദ്യം പ്രേക്ഷകർ അറിയും.